അതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ക്രിയേറ്റിംഗ് സ്പേസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ചിൽഡ്രൻ ടു പാർട്ടിസിപ്പേറ്റ് ആൻഡ് എക്സ്പ്രസ് ദംസെൽസ്. അതായത് ശരിക്കും പറഞ്ഞാണ്ടല്ലോ ആസ് എ ടീച്ചർ നമ്മളാണ് ഈ കുട്ടികൾക്ക് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അതേപോലെ തന്നെ പ്രസന്റേഷൻ സ്കിൽസ് ഒക്കെ നമ്മൾ വേണം അവരെ ട്രെയിൻ ചെയ്തെടുക്കാൻ. എടുക്കുന്ന സബ്ജക്ട് ഏതോ ആയിക്കോട്ടെ, പക്ഷേ നമ്മള് നല്ലൊരു ഓപ്പർച്യൂണിറ്റി അതേപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും അവരുടെ ഒപ്പീനിയൻസ് പറയാനുള്ള ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളത് ആസ് എ ഗുഡ് ടീച്ചർ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം ഇപ്പൊ എന്തെങ്കിലും കുട്ടികളാണെന്നുണ്ടെങ്കിൽ മിസ് ചെയ്ത് ഇങ്ങനെയല്ല അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് മിണ്ടാതിരിക്കുന്നവളെ അവർ അടിച്ചമർത്തിയിട്ട് കാര്യമില്ല. അവരുടെ ഒപ്പീനിയൻസ് അവർ പറയുന്ന നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, ഫസ്റ്റ് എന്ത് ചെയ്യണം, അവരെ കേൾക്കാനുള്ള ഒരു മെന്റാലിറ്റി നമ്മൾ കാണിക്കണം. അത് കാണിക്കുന്നത് കൊണ്ട് നമുക്ക് ആ കുട്ടികൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ നോക്കിക്കേ, giving children the opportunity to participate and express their voices and opinions is crucial for their development. It empowers them, fosters a sense of belonging, and helps them to develop important skills like critical thinking, communication, and problem solving. അപ്പൊ എന്താണ്, അങ്ങനെ നമ്മൾ അവരുടെ ഒപ്പീനിയൻസ് പറയാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അവര് എല്ലാ രീതിയിലുള്ള ഡെവലപ്മെന്റിനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ടാണെങ്കിലും റെസ്പെക്ട്ഫുള്ളി അവർക്ക് അവരുടെ ഒപ്പീനിയൻ പറയാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പലരും ഇന്നൊരു 5, 4, 10 ആൾക്കാരുടെ മുന്നിൽ കയറി നിന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേടിയുള്ള ആൾക്കാരാ. എന്തിനാ, ഇപ്പൊ ഈ ക്ലാസ് കേൾക്കുന്ന എത്ര പേർക്ക് ഒരു 50 സ്റ്റുഡൻസ് ഉള്ള ഒരു ക്ലാസ്സിലേക്ക് ഫസ്റ്റ് ടൈം പോയിട്ട് പേടിയില്ലാതെ ഒരു ടെൻഷൻ ഇല്ലാതെ അവരുടെ മുന്നിൽ സംസാരിക്കാൻ പറ്റുന്നത് വളരെ കുറവല്ലേ. സോ അങ്ങനെ അല്ലാതെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആസ് എ ടീച്ചർ നമ്മൾ ഈ കുട്ടികൾക്ക് സ്റ്റാർട്ടിങ് മുതലേ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് അവരുടെ ഒപ്പീനിയൻസ് പറയാനുള്ള സ്പേസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്, എൻകറേജ് ഓപ്പൺ ആൻഡ് റെസ്പെക്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ. അതായത് എന്ത് തോന്നിയാസം വിളിച്ച് പറയാന്നുള്ളതല്ല കേട്ടോ, കാര്യമുള്ള കാര്യങ്ങൾ കുട്ടികൾ പറയുന്ന സമയത്ത് അതൊന്ന് നല്ല രീതിയിൽ എൻകറേജ് ചെയ്ത് ഒരു റെസ്പെക്ട്ഫുൾ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ആൻഡ് റെസ്പെക്ട്ഫുൾ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് അവരെ എൻകറേജ് ചെയ്യിക്കാം. അതേപോലെ തന്നെ പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ചിൽഡ്രൻ ടു മേക്ക് ചോയ്സസ് ആൻഡ് ഡിസിഷൻ. അതായത് എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം ചെയ്യിപ്പിക്കുക. യൂസ് എ വെറൈറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ്. ഇപ്പൊ ഉണ്ടല്ലോ, ഞാൻ എന്റെ ക്ലാസ്സിൽ ഞാൻ ചെയ്തൊരു കാര്യമായിരുന്നു. അതായത് നമ്മൾ എപ്പോഴും സെമിനാർ കൊടുക്കുമ്പോൾ ഒരു ടോപ്പിക് ഒരു കുട്ടിക്ക് കൊടുക്കും, ആ കുട്ടി അത് വന്നെടുക്കും, അടുത്ത കുട്ടി അടുത്ത ടോപ്പിക് എടുക്കും. പക്ഷെ എന്റെ ക്ലാസ്സിൽ ഞാൻ ഒരു ചാപ്റ്റർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് 4 ഗ്രൂപ്പ്സ് ആക്കിയിട്ട് ഒരു 10 സ്റ്റുഡൻസിന്റെ 4 ഗ്രൂപ്പ്സ് ആക്കി 4 പേർക്കും ഒരേ ചാപ്റ്റർ ഞാൻ കൊടുത്തു. എന്നിട്ട് അവരടുത്ത് ലാപ്ടോപ്സ് യൂസ് ചെയ്തോളാൻ പറഞ്ഞു, അവരടുത്ത് പവർ പോയിന്റ് യൂസ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞു. അതായത് അവര് എന്റെ ഒരു 3-4 ക്ലാസ് അതിന് വേണ്ടിയിട്ട് കൊടുത്തു. അതേപോലെ തന്നെ അവര് അതെല്ലാം ടോപ്പിക്സ് കുറച്ച് പേര് നോട്ട്സ് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോട്ട് ഉണ്ടാക്കി, അത് കുറച്ച് പേര് ടൈപ്പ് ചെയ്തു, കുറച്ച് പേര് അത് പവർ പോയിന്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു, ദെൻ അവരെന്ത് ചെയ്തു, പ്രസന്റ് ചെയ്തു. അപ്പൊ ഈ 4 ഗ്രൂപ്പുകാരും ഒരേ സമയം ഒരേ ടോപ്പിക്കാണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഏതെങ്കിലും ഒരാൾ എന്തായാലും നന്നായിട്ട് ഇത് ക്ലാസ് എടുക്കും, എല്ലാവർക്കും മനസ്സിലാവും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പോലും ഓരോ കുട്ടിക്കും ഈ ഓരോ ടോപ്പിക്കും ഒന്നിലധികം അവസരങ്ങളാണ് അവർക്ക് അവിടെ വരുന്നത്. ഒറ്റ ടോപ്പിക് കൊണ്ട് അവർ എടുത്തിട്ട് അവിടെ നിർത്തുന്നില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക് എടുക്കും. അങ്ങനെ അപ്പൊ എന്ത് സംഭവിച്ചു, എല്ലാ കുട്ടികളും ഇപ്പൊ എല്ലാവർക്കും ഒരേപോലെ എടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ പ്രസന്റേഷൻ സ്കിൽസ് ഉള്ള ഒരു ക്ലാസ് എടുത്തു, അല്ലാത്തവര് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനും അതേപോലെ പവർ പോയിന്റ് ഉണ്ടാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. നേരെ മറിച്ച് അപ്പൊ എല്ലാ സ്റ്റുഡൻസും ഒരു തവണയെങ്കിലും ഈ ടോപ്പിക്സ് ഒക്കെ കവറായി. കാരണം ക്ലാസ് എടുക്കുന്നവർ അത് പഠിക്കും, അല്ലാത്തവര് നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പഠിക്കും, ഇനിയിപ്പോ അതും താല്പര്യമില്ലാത്തവര് പവർ പോയിന്റ് ടൈപ്പ് ചെയ്യുമ്പോൾ പഠിക്കും. സോ അങ്ങനെയുള്ള ഡിഫറെന്റ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് നമുക്ക് ക്ലാസ്സസിൽ കൊണ്ടുവരാൻ പറ്റും. Then create opportunities for leadership and collaboration. മാക്സിമം ഇന്നത്തെ കാലത്ത് ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ് ഒന്നല്ലാതെ നമ്മൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യണം, അതെല്ലാം അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. Then be a role model for respectful and inclusive communication. നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് ഒരു കുട്ടിയുടെ അടുത്ത് മാത്രം എന്താ പറയാ പാർഷ്യാലിറ്റി ഒന്നും കാണിക്കാതെ എല്ലാവരും ഒരേപോലെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ നിന്നാലെയാണ് കുട്ടികളും എന്ത് ചെയ്യുള്ളൂ, ആ രീതിയിൽ നിൽക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആസ് എ ടീച്ചർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ചൈൽഡ് റൈറ്റ്സ് ക്ലബ്സ് ഇൻ സ്കൂൾ. എന്താണ് ഇവിടെ നമുക്ക് ആ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്സ്, കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റുകളില്ലേ,
അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. എന്താണ് ചൈൽഡ് റൈറ്റ് ക്ലബ്ബ് എന്നുള്ളത് ആദ്യം പറയാം. That are essential components of a child-friendly school environment. They provide a platform for children to learn about their right, develop their skill and advocate for positive change. അതായത് ചൈൽഡ് റൈറ്റ്സിനെ കുറിച്ചിട്ട് കുട്ടികളില് ഒരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ക്ലബ്ബുകളെയാണ് നമ്മൾ ചൈൽഡ് റൈറ്റ് ക്ലബ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ സ്കൂൾസിൽ ഒരുപാട് ക്ലബ്ബുകൾ നമുക്കറിയാം, സോഷ്യൽ ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ്, മാത്സ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ചൈൽഡ് റൈറ്റിനെ കുറിച്ചിട്ട് കുട്ടികളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലബ്സ് ആണ് ചൈൽഡ് റൈറ്റ് ക്ലബ്സ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾസിന്റെ കീ ഫീച്ചേഴ്സ് ഇല്ലേ നമുക്ക് ഇവിടെ ഫസ്റ്റ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇൻക്ലൂസിവിറ്റി, ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച്, സേഫ് ആൻഡ് സപ്പോർട്ടീവ് എൻവയോൺമെന്റ്, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ആക്റ്റീവ് ലേണിംഗ്. ഈ പോയിന്റുകളൊക്കെ നമുക്ക് എവിടെ എഴുതാൻ പറ്റും? ഈ ചൈൽഡ് ഫ്രണ്ട്ലി ക്ലബിന്റെ കീ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദെൻ എന്താണ് കീ ബെനിഫിറ്റ്സ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ചൈൽഡ് റൈറ്റ്സ് ക്ലബ്സ് ഇൻ സ്കൂൾ? എന്തൊക്കെയാണ് നോക്കി നോക്കാം. എന്താണ് ഈ ചൈൽഡ് റൈറ്റ് ക്ലബ്ബ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ബെനിഫിറ്റ് വരുന്നത്? എന്താ? എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ്. അതായത് ഇങ്ങനെ ചൈൽഡ് റൈറ്റ്സിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ നമുക്ക് അതിന്റെ എഡ്യൂക്കേഷൻ മാത്രമല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇങ്ങനെ കുറച്ച് ലോസ് ആൻഡ് പോളിസീസ് ഉണ്ട് എന്നുള്ള ഒരു അവയർനെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, കുട്ടികളിലേക്ക് അത് എത്തിക്കാൻ പറ്റും. പിന്നെ സ്കിൽ ഡെവലപ്മെന്റ്, അതേപോലെ തന്നെ അഡ്വക്കേസി ആൻഡ് ആക്ഷൻ, പാർട്ടിസിപ്പേഷൻ ആൻഡ് എംപവർമെന്റ്, ബിൽഡിംഗ് എ സേഫ് ആൻഡ് ഇൻക്ലൂസീവ് സ്കൂൾ എൻവയോൺമെന്റ്. എന്ന് വെച്ചാൽ ഇവർക്ക് ഇങ്ങനെ ഒരു ചൈൽഡ് റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ചൈൽഡ് റൈറ്റ്സ് എത്തിക്കല് മാത്രമല്ല, ഇവർക്ക് ഒരുപാട് ഫീച്ചേഴ്സ് വേറെ ഉണ്ട്. സ്കിൽ ഡെവലപ്മെന്റ്, അതായത് ഇപ്പൊ ഒരുപാട് സ്കിൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് നമ്മൾ സ്കൂൾസിൽ നടത്താറുണ്ട്. ലൈക്ക് ഇപ്പൊ പെയിന്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെ ആർട്ട്, ക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അത്തരത്തിലുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക, സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അതൊക്കെ ഈ ചൈൽഡ് റൈറ്റ് ക്ലബിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതേപോലെ തന്നെ നമുക്കൊരു അഡ്വക്കേസി ആൻഡ് ആക്ഷൻ, പാർട്ടിസിപ്പേഷൻ ആൻഡ് എംപവർമെന്റ്, മാക്സിമം സ്റ്റുഡൻസിനെയൊക്കെ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അവരുടെ എംപവർമെന്റ്. പിന്നെ ഒരു സേഫ് ആൻഡ് ഇൻക്ലൂസീവ് സ്കൂൾ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ഇപ്പൊ സ്കൂളിൽ എന്തെങ്കിലും ഫസ്റ്റ് കുട്ടികൾക്കിടയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് കുറച്ചായിട്ട് ഏറ്റവും ഫസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത് ചൈൽഡ് റൈറ്റ് ക്ലബ്ബുകളാണ്. ഓക്കെ, അപ്പൊ അതിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാനാണ് ഈ ചൈൽഡ് റൈറ്റ് ക്ലബ്ബ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, എപ്പോഴും ടീച്ചേഴ്സിന് എല്ലാ രീതിയിലും എപ്പോഴും കുട്ടികളുടെ പിന്നാലെ നടന്നിട്ട് കാര്യങ്ങളൊക്കെ അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ചൈൽഡ് റൈറ്റ് ക്ലബ്ബ് എന്ന് പറയുന്നത് ഇതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ സ്കൂൾസിലെ ഈ ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾസിലുള്ള വേറൊന്നാണ് SMC. എന്താണ്? സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി. അത് നമുക്ക് ഓൾറെഡി അറിയാം. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി നമ്മള് ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ സെം അല്ല, ഈ സെക്കൻഡ് സെമ്മിൽ തന്നെ സ്കൂൾ മാനേജ്മെന്റിൽ നമ്മൾ പഠിക്കും. ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് ഇതിന് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഏതില്? നമ്മുടെ സ്കൂൾ മാനേജ്മെന്റിന്റെ ടോപ്പ് പേപ്പർ ഇല്ലേ അതില്.